ജീവിതം ഒരു ബൂമറാങ് ആണ്. നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ കേസിലെ പരാതിക്കാരിയും അതിജീവിതയുമായ യുവതിയുടെ ഫേസ്ബുക്ക് കുറിപ്പ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമാവുകയാണ്. സിദ്ദിഖിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുന്നതിനിടെയാണ് അതിജീവിതയുടെ പ്രതികരണം. കേസ് നടക്കുന്നതുകൊണ്ട് കൂടുതലൊന്നും താൻ സംസാരിക്കുന്നില്ലെന്നും ജാമ്യം നൽകാത്തതിൽ തനിക്ക് സന്തോഷമുണ്ട് എന്ന് തന്നെയാണ് അതിജീവിത ഇതിനു മുമ്പ് തന്നെ പ്രതികരിച്ചത്. സിദ്ദിഖിന്റെ അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നതിനിടയിലാണ് അതിജീവിതയുടെ പ്രതികരണവും സോഷ്യൽ മീഡിയയിൽ എത്തുന്നത്. അതായത് രഹസ്യമായ വിവരങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തിലൂടെ പുറത്തുവന്നതിൽ തനിക്ക് അതൃപ്തിയുണ്ട്. മാധ്യമങ്ങളിലൂടെ രഹസ്യമായ വിവരങ്ങൾ പുറത്തുവന്നു. ഡിജിറ്റൽ തെളിവുകളടക്കം നശിപ്പിക്കാൻ ശ്രമമുണ്ടെന്നും സാക്ഷികളെ സ്വാധീനിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്നുമാണ് അതിജീവിത പറയുന്നത്. അതേസമയം സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കവുമായി പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് പോവുകയാണ്. സിദ്ദിഖിനായി വിമാനത്താവളത്തിൽ അടക്കം ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരിക്കുന്നു. നടൻ വിദേശത്തേക്ക് കടക്കാതിരിക്കാനാണ് ഇപ്പോൾ നീക്കം നടത്തുന്നത്. സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യുന്നതിൽ തടസ്സമൊന്നുമില്ല എന്ന് തന്നെ പോലീസ് പറയുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥർ തിരുവനന്തപുരത്ത് നിന്നാണ് കൊച്ചിയിലേക്ക് തിരിച്ചിരിക്കുന്നത്. അതേസമയം സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതോടെയാണ് അറസ്റ്റ് എന്ന നടപടികളിലേക്ക് ഇപ്പോൾ പോലീസ് കടന്നിരിക്കുന്നത്. തിരുവനന്തപുരം മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയാണ് ഹൈക്കോടതി തള്ളിയത്. അതേസമയം തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നുമായിരുന്നു സിദ്ദിഖ് ആവശ്യപ്പെട്ടത്. എന്നാൽ ഇക്കാര്യങ്ങളൊക്കെ തള്ളിക്കളഞ്ഞാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചിരിക്കുന്നത്. മാത്രമല്ല, മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ കേസിൽ അറസ്റ്റ് നടപടികൾ ഉൾപ്പെടെ സിദ്ദിഖ് നേരിടേണ്ടി വന്നേക്കും. ഹൈക്കോടതി ജഡ്ജി CS ഡയസാണ് ജാമ്യാപേക്ഷ തള്ളിയത്. അതേസമയം വിധി പകർപ്പ് വന്നതിന് പിന്നാലെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് തന്നെയാണ് സിദ്ദിഖിന്റെ അഭിഭാഷകൻ അറിയിച്ചിരിക്കുന്നത്. സിദ്ദിഖിനെതിരെ യുവനടി നൽകിയ പരാതിയിൽ ശക്തമായ തെളിവുകളും സാക്ഷിമൊഴികളും അടക്കം ലഭിച്ചെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിൽ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചെന്ന പരാതിക്കാരിയുടെ മൊഴി ശരിവെക്കുന്ന തരത്തിലുള്ള തെളിവുകളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. സിദ്ദിഖിനെതിരെ തെളിവുകൾ ഉൾപ്പെടെ കണക്കിലെടുത്താണ് ഹൈക്കോടതി ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതും സിദ്ദിഖിനെതിരെ പ്രഥമ ദൃഷ്ട്യാ കുറ്റമുണ്ടെന്നും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമെന്നുമായിരുന്നു കോടതി വ്യക്തമാക്കിയത്. അതുമാത്രമല്ല, സിദ്ദിഖിന്റെ ലൈംഗിക ശേഷി പരിശോധിക്കണമെന്നടക്കം ഹൈക്കോടതി ആവശ്യപ്പെട്ടു. അതിക്രമത്തിനിരയായി എന്ന് വെച്ച് പരാതിക്കാരുടെ സ്വഭാവം വിലയിരുത്തരുതെന്നും പരാതിക്കാരിക്ക് വിശ്വാസ്യതയില്ലെന്ന വാദം അനാവശ്യമാണെന്നും സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. അതേസമയം ഉത്തരവിൽ സർക്കാരിനെതിരെ കടുത്ത വിമർശനവും കോടതി രേഖപ്പെടുത്തി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാതെ സർക്കാർ നിഗൂഢ മൗനം പാലിച്ചെന്നുമാണ് ഹൈക്കോടതി ഇപ്പോൾ കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. പരാതിക്കുള്ള കാലതാമസം ഒരു കുറ്റമായി തന്നെ കണക്കാക്കാനാകില്ല എന്ന് തന്നെ കോടതി വ്യക്തമാക്കി. ഇരയെ വ്യക്തിഹത്യ നടത്താൻ പാടില്ല എന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. നടൻ വലിയ സ്വാധീനമുള്ള ആളാണ്. മുൻകൂർ ജാമ്യം നൽകിയാൽ പരാതിക്കാരിയും സാക്ഷികളെയും ഇയാൾ സ്വാധീനിക്കാൻ ഇടയുണ്ട്. പരാതിക്കാരിയുടെ മൊഴി സാധൂകരിക്കുന്ന തെളിവുകൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ അന്വേഷണം ആവശ്യമാണെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. ഇത് കോടതി അംഗീകരിക്കുകയായിരുന്നു. അതേസമയം തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്നായിരുന്നു സിദ്ദിഖ് പറഞ്ഞത്. ഈ വാദമാണ് ഹൈക്കോടതി തള്ളിക്കളഞ്ഞത്. തുടർന്നാണ് അടുത്തുള്ള അറസ്റ്റ് നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.